നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമായ ഘടകങ്ങളെല്ലാം വേണ്ടുവോളമുള്ള ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക. ധാതുസമ്പത്തിൻ്റെ ഒരു പവർ ഹൗസ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. കണ്ടാൽ കുഞ്ഞനാണെങ്കിലും വിറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും മാംഗനീസും പൊട്ടാസ്യം ഒക്കെ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബ്ലഡ് പ്രഷർ സാധാരണ നിലയിലാക്കാൻ സാധിക്കുന്ന പൊട്ടാസ്യം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു വാഴപ്പഴം കഴിക്കുന്നതിന് തുല്യമാണ് ഒരു പേരയ്ക്ക കഴിക്കുന്നത്. പേരയ്ക്ക കഴിക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിൽ നിന്നും ജലത്തിൻ്റെ അളവ് സംരക്ഷിച്ച് നിർത്താനായിട്ട് ഇത് സഹായിക്കും. ഓറഞ്ചിലുള്ളതുപോലെ തന്നെ വിറ്റമിൻ സിയുടെ അളവ് പേരയ്ക്കയിലും ധാരാളമുണ്ട്. ഓറഞ്ചിനേക്കാൾ 4 ഇരട്ടി എന്ന് വേണമെങ്കിലും നമുക്കിതിൽ ഉള്ള വിറ്റമിൻ സിയുടെ കണ്ടന്റിനെ പറയാം. ലൈസോപ്പിൻ, ക്വെർസിറ്റിൻ, വിറ്റമിൻ സി അങ്ങനെ മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുള്ളത് കാരണം തന്നെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാനായിട്ട് പേരയ്ക്കയ്ക്ക് സാധിക്കും. ഗർഭാശയ സ്തനാർബുദങ്ങളെ തടയാനായിട്ട് ഏറ്റവും നല്ലൊരു ഔഷധമായിട്ട് നമുക്ക് പേരയ്ക്കയെ കണക്കാക്കാം. ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഡയബറ്റിക്കിനെ തടയാനായിട്ട് ഇതേറെ ഗുണകരമാണ്. പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ ശരീരത്തിലെ പൊട്ടാസ്യത്തിൻ്റെയും സോഡിയത്തിൻ്റെയും അളവ് തുല്യമാക്കി നിർത്താനായിട്ട് പേരയ്ക്ക സഹായിക്കും. നമ്മുടെ രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കാനായിട്ട് കഴിയുമെന്നതുപോലെ തന്നെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും ഇതിന് സാധിക്കും. ഹൃദയത്തെ സാരമായി ബാധിക്കുന്ന രോഗത്തെ ഇതുവഴി തടയാനാകും. നല്ല കൊളസ്ട്രോളിനെ ഉൽപ്പാദിപ്പിക്കാനും ഇതിന് കഴിയും. ദിനംപ്രതി നമ്മൾ കഴിക്കുന്ന ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളിൽ 12% നമുക്ക് പേരയ്ക്ക ഉൾപ്പെടുത്താമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. വിറ്റമിൻ എ ഉള്ളതുകൊണ്ട് തന്നെ കാഴ്ച ശക്തിക്ക് ഇത് ഏറ്റവും ഗുണകരമാണ്. കാഴ്ച മങ്ങുന്നത് തടയാനും ഇതിന് കഴിയും. ക്യാരറ്റിൽ എന്ന പോലെ തന്നെയാണ് വിറ്റമിൻ എയുടെ അളവ് പേരയ്ക്കയിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഗർഭകാലത്ത് പേരയ്ക്ക കഴിക്കുന്നത് നമ്മുടെ കുഞ്ഞിൻ്റെ ന്യൂറോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള താളപ്പിഴകളുണ്ടെങ്കിൽ അത് തടയാനായിട്ട് സഹായിക്കും. പല്ലുവേദന തടയാൻ പേരമരത്തിൻ്റെ കായ മാത്രമല്ല, അതായത് പേരയ്ക്ക മാത്രമല്ല, ഇലയും ഔഷധമൂല്യമുള്ളതാണ്. പല്ലുവേദന തടയാനായിട്ട് ഇതിൻ്റെ ഇലകൾക്ക് സാധിക്കും. മോണയിൽ വളരുന്ന ബാക്ടീരിയയെ തടയാനും അണുബാധയ്ക്കുമൊക്കെ എതിരായിട്ടും ഈ പേരയില നമുക്ക് ഉപയോഗിക്കാം. പേരയില ജ്യൂസ് ആക്കിയിട്ട് വായ കഴുകുന്നതും ഒക്കെ നമുക്ക് മോണരോഗത്തെ തടയാനായിട്ട് ഫലപ്രദമാണ്. ഞരമ്പുകളും മസിലുകളും സംരക്ഷിക്കാനും പേരയ്ക്കയ്ക്ക് സാധിക്കും. ചിലർക്ക് മസിൽ പെയിൻ നന്നായിട്ടുണ്ടാവും. അത് കുറയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത്തരക്കാർക്ക് പേരയ്ക്ക സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഈ മസിൽ പെയിൻ ഒന്ന് കുറയാനായിട്ട് സഹായിക്കും. വിറ്റമിൻ B3, വിറ്റമിൻ B6 എന്നിവ അടങ്ങിയത് കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കാനായിട്ട് ഇത് സഹായിക്കും. നമ്മുടെ തലച്ചോറിനെയാണ് ഏറ്റവും കൂടുതൽ ഇത് സഹായിക്കുന്നത്. പ്രോട്ടീൻ, വിറ്റമിൻ, ഫൈബർ എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നത് കാരണം പേരയ്ക്ക കഴിക്കുന്നത് അമിതവണ്ണം കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇത് നമ്മുടെ ദഹന പ്രക്രിയ വേഗത്തിലാക്കും. ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി തുടങ്ങിയ പഴങ്ങളെക്കാൾ പഞ്ചസാരയുടെ അളവ് പേരയ്ക്കയിൽ വളരെ കുറവാണ്. ഇത് നമ്മുടെ ശരീരത്തിന് ഏറെ ഗുണം ചെയ്യും. വിറ്റമിൻ സിക്ക് പുറമെ ഇരുമ്പിൻ്റെ സത്തും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികളെ തടയാനായിട്ട് പേരയിലയ്ക്ക് കഴിയും. ചുമയും കഫക്കെട്ടും പിടിപെട്ടവർ പേരയ്ക്കയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നിന്നുള്ള ആവി പിടിക്കുന്നതുമൊക്കെ ശമനം നൽകും. ഇത്രയേറെ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ പേരയ്ക്കയെ പഴങ്ങളുടെ രാജ്ഞി എന്ന് വിളിക്കുന്നതിലും അതിശയോക്തിയൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ മണ്ണിൽ, നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാതെ തന്നെ നന്നായിട്ട് വളർന്നു വരുന്നൊരു മരമാണ് പേര. നമ്മൾ പുറമെ നിന്ന് വാങ്ങുന്ന ആപ്പിളും ഓറഞ്ചും മുന്തിരിയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങി കഴിക്കുമ്പോഴും അതിലടങ്ങിയിട്ടുള്ള വിഷാംശത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷേ ഇങ്ങനെ ഒരു പേര നമ്മൾ നമ്മുടെ വീടുകളിൽ തന്നെ നട്ടു വളർത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് വിഷമയമൊന്നുമില്ലാത്ത, എന്നാൽ ഈ ആപ്പിളും ഓറഞ്ചും മുന്തിരിയും അങ്ങനെയുള്ള ഫ്രൂട്ട്സിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന എല്ലാ ഗുണങ്ങളും വിഷമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ലഭിക്കും.